നമസ്കാരം. കേരള സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച കേരളീയം എന്ന പരിപാടിയിൽ കേരളത്തിന്റെ അഥവാ ഇന്ത്യയുടെ മിന്നുന്ന ചലച്ചിത്ര താരവും നർത്തകിയുമായ ശോഭന പങ്കെടുത്തിരുന്നു. അന്ന് അത് വാർത്തകളിൽ ഏറെ ഇടം നേടിയിരുന്നു. കേരളീയത്തിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാറായ മമ്മൂട്ടിയോടൊപ്പം സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന മോഹൻലാലിനോടൊപ്പം ഉലകനായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന കമലഹാസനോടൊപ്പമാണ് ശോഭന അന്ന് വേദി പങ്കിട്ടത്. രാഷ്ട്രീയ പരിപാടി മാത്രമാക്കാതെ ഒരു സാംസ്കാരിക പരിപാടി കൂടിയാക്കി കേരളീയത്തെ മാറ്റുവാൻ വേണ്ടി ഉന്നം വെച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളീയം സംഘടിപ്പിച്ചത്. എന്നാൽ താൻ ഒരിക്കലും ഒരു ഇടതുപക്ഷ മനസ്ഥിതിയുള്ള ആൾ മാത്രമല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരിയല്ല, ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്ന ആളല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ തൃശൂരിൽ നരേന്ദ്രമോദി സംഘടിപ്പിക്കുന്ന നാരി സംഗമം എന്ന പരിപാടിയിൽ ചലച്ചിത്ര താരം ശോഭന പങ്കെടുക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. നരേന്ദ്രമോദി തൃശൂരിലെത്തുമ്പോൾ 2 ലക്ഷം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൃശൂരിൽ നടത്തുന്ന നാരി ശക്തി സംഗമം പരിപാടിയിൽ ചലച്ചിത്ര താരം ശോഭന പങ്കെടുക്കുന്നു എന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനാണ് വ്യക്തമാക്കിയത്. ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു നവോന്മേഷം പകരുന്ന പരിപാടി തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. എന്നാൽ നരേന്ദ്രമോദി തൃശൂരിൽ വനിതാ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ ശോഭന മാത്രമല്ല വിശിഷ്ടാതിഥിയായി എത്തുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായ മിനി പങ്കെടുക്കുന്നു. മറിയക്കുട്ടി, അടിമാലിയിൽ വിവാദ നായികയായി ഇപ്പോൾ അറിയപ്പെടുന്ന മറിയക്കുട്ടി, സംരംഭകയായ ബീന കണ്ണൻ, ഗായികയും സംഗീതജ്ഞയുമായ വൈക്കം വിജയലക്ഷ്മി എന്നിങ്ങനെ കേരളത്തിലെ സവിശേഷമായ സ്ത്രീ രത്നങ്ങളെ, സ്ത്രീ വ്യക്തിത്വങ്ങളെ കൂടി നാരി ശക്തി സംഗമത്തിൽ സംബന്ധിപ്പിക്കുന്നു എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ എടുത്തു പറഞ്ഞത്. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. നരേന്ദ്രമോദി തൃശൂരിൽ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ നടത്തുന്ന നാരി ശക്തി സംഗമം കേരളത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ എടുത്തു പറയുന്നത്. എന്നാൽ തികച്ചും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ പരിപാടിയിൽ ബിജെപിയുടെ പ്രവർത്തകരോ ബിജെപിയുടെ വക്താക്കളോ മാത്രമായിരിക്കില്ല പങ്കെടുക്കുക എന്നുള്ളത് കൂടി കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു. തൃശൂരിനു പുറമെ കേരളത്തിലെ 8 ജില്ലകളിൽ നിന്നായി ലക്ഷക്കണക്കിന് പ്രവർത്തകരും അതിലുപരി നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന, ബിജെപിയെ സ്നേഹിക്കുന്ന, കക്ഷി രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ നിരവധി ആളുകൾ നാളെ തൃശൂരിലേക്ക് ഒഴുകിയെത്തും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. ബിജെപിയുടെ രാഷ്ട്രീയ പരിപാടിയാണ് ഇതെങ്കിലും രാഷ്ട്രീയമായി ജനങ്ങളെ തരംതിരിച്ചു നിർത്തുന്ന ഒരു പരിപാടി ആയിരിക്കില്ല. തൃശൂരിൽ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്ന 2 ലക്ഷം സ്ത്രീകളെ അഭിസംബോധന ചെയ്ത് നടത്തുന്ന നാരി ശക്തി സംഗമം എന്ന പരിപാടി ഒരു കാരണവശാലും രാഷ്ട്രീയപരമായിരിക്കില്ല, അല്ലെങ്കിൽ പൂർണ്ണമായും അത് ബിജെപിയുടെ മാത്രം പരിപാടിയാണ് എന്ന് ധരിക്കരുത്. ഇതിൽ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും എത്താം എന്ന് തന്നെയാണ്, എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഇനിയുള്ള കാലം കേരളത്തെയും ഇന്ത്യയെയും നയിക്കുവാൻ ബിജെപിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ ഭരിച്ചു മുടിച്ച കേരളത്തിൽ ഇനി കേരളീയർ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരേ ഒരു ജനവിഭാഗം, അല്ലെങ്കിൽ ഒരേ ഒരു രാഷ്ട്രീയ ശക്തി ബിജെപി തന്നെയാണ് എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണ സാരഥ്യത്തിൽ 10 വർഷം പിന്നിടുന്ന ഭാരതത്തിൽ പുരോഗമനത്തിൽ നിന്നും പുരോഗമനത്തിലേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് കേരളീയർ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഭാരതത്തിൽ കൈവരിച്ച വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലും കൊണ്ടുവരുന്നതിന് കേരളീയർ ബിജെപിയെ ഭരണത്തിൽ എത്തിക്കും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ അവകാശപ്പെട്ടത്. അത് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും എന്ന് തന്നെ കെ സുരേന്ദ്രൻ അടിവരയിട്ട് പറയുന്നു. കേരളത്തിൽ ബിജെപി ഭരണം യാഥാർത്ഥ്യമാകും. ഇടത് വലത് കക്ഷികളുടെ രാഷ്ട്രീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന ഈ രാഷ്ട്രീയ മത്സര കളികളിൽ വീർപ്പുമുട്ടിക്കഴിയുന്ന കേരളീയർക്ക് ഇനി പ്രതീക്ഷ ബിജെപി തന്നെയാണ് എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത്. നരേന്ദ്രമോദി തൃശൂരിലേക്ക് എത്തുമ്പോൾ തൃശൂരും പരിസര പ്രദേശങ്ങളും വൻ പോലീസ് സന്നാഹങ്ങളുടെ അകമ്പടിയിൽ തന്നെയായിരിക്കും. പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ കരുതി തൃശൂരിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വേദി സ്ഥിതി ചെയ്യുന്ന നായക്കനാലിനും പരിസരത്തും ഒരു കാരണവശാലും പാർക്കിങ്ങൾ അനുവദിക്കുന്നതല്ല, ഒരു കാരണവശാലും അവിടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതല്ല.
പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും പരിസര പ്രദേശങ്ങൾ. തൃശൂരിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലല്ലാതെ ഒരു കാരണവശാലും ഇരുചക്ര വാഹനങ്ങളെ പോലും പാർക്ക് ചെയ്യുവാൻ അനുവദിക്കുന്നതല്ല എന്നുകൂടി തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കനത്ത സുരക്ഷയിലാണ് പ്രധാനമന്ത്രി തൃശൂരിലേക്ക് എത്തുന്നത്. കൊച്ചിയിൽ പറന്നിറങ്ങുന്ന മോദി ഹെലികോപ്റ്ററിലാണ് തൃശൂരിലേക്ക് എത്തുന്നത്. തൃശൂരിലെ ഹെലിപാഡിൽ നിന്നാണ് നരേന്ദ്രമോദി പിന്നീട് നായ്ക്കനാലിലെ വേദിയിലേക്ക് എത്തുക. ഇതിനിടയിൽ 1 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോയും നരേന്ദ്രമോദി നടത്തുന്നുണ്ട്. വൻ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലേക്കാണ് നരേന്ദ്രമോദി എത്തുന്നത് എന്നുള്ളത് ഏറെ സവിശേഷകരമായ കാര്യം തന്നെയാണ്. കനത്ത സുരക്ഷയാണെങ്കിലും നരേന്ദ്രമോദിയെ കാണുവാൻ എത്തുന്നവർക്കെല്ലാം തന്നെ നരേന്ദ്രമോദിയെ കാണുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്നുകൂടി കെ സുരേന്ദ്രൻ ഏർപ്പെടുത്തുന്നു. ഒരു കാരണവശാലും പക്ഷേ മോദിജിയുടെ അടുത്തേക്ക് ഇവർക്ക് എത്തുവാനുള്ള സൗകര്യങ്ങൾ കുറവായിരിക്കും. കാരണം പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അത്തരം ആളുകളെ അങ്ങോട്ട് കടത്തിവിടുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നരേന്ദ്രമോദിയെ എല്ലാവർക്കും കാണത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടി കെ സുരേന്ദ്രൻ എടുത്തു പറയുന്നു.